ശ്രീ പ്രഫുൽ കൃഷ്ണ, ഈ വീണ വിജയന്റെ കമ്പനിക്ക് വിദേശത്തുള്ള അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിയെന്ന് ഷോൺ ജോർജ് പറയുന്നു. ഹൈക്കോടതിയിൽ ഉപഹർജി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. എങ്ങനെ നോക്കിക്കാണാം ഇതിനെ? എക്സാലോജിക് സൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അതീവ ഗൗരവകരമാണ്. വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി അത് ഈ സകലമാന തട്ടിപ്പുകൾക്കും എക്സാലോജിക് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എല്ലാ തട്ടിപ്പുകളും നടന്നിട്ടുള്ളത്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള പണമിടപാടുകൾ വളരെയധികം ദുരൂഹമാണ്. ബാംഗ്ലൂർ ഇപ്പോൾ അത് ലോസിലാണ് എന്ന് പറഞ്ഞ് ആ കമ്പനിയുടെ സൈറ്റ് പോലും ഇന്നില്ല. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള എല്ലാ ഇടപാടുകളും വളരെ ദുരൂഹമാണ്. നൂറുകണക്കിന് കോടി രൂപയുടെ ഇടപാടുകളാണ് ആ കമ്പനിയുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുള്ളത്. വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് വീണ വിജയന് വഴിവിട്ട രീതിയിലുള്ള എല്ലാ കരാറുകളും ലഭിച്ചിട്ടുള്ളത്. ആ കരാറുകളെ പറ്റിയിട്ടൊക്കെയുള്ള വലിയ ഗൗരവകരമായിട്ടുള്ള അന്വേഷണം വേണം. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മുഖ്യമന്ത്രിയുടെയൊക്കെ വിദേശ യാത്രയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ടതാണ്. കാരണം മുഖ്യമന്ത്രി എവിടെ പോയാലും ദുബായ് വഴിയാണ് കടന്നു വരുന്നത്. അപ്പോ വിദേശ രാജ്യങ്ങളിൽ ഇവർക്കുള്ള പണമിടപാടുകൾ എന്താണ്? മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വീണ വിജയനും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വിദേശ രാജ്യങ്ങളിലുള്ള പണമിടപാടുകൾ എന്താണ് എന്നൊക്കെയുള്ള വരും ദിവസങ്ങളിൽ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണം വേണം. ഇത് നമ്മുടെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഇടപാടുകൾ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. കാരണം സ്വപ്ന സുരേഷ് ബാംഗ്ലൂരിലേക്ക് കടന്നതിനെ കുറിച്ച്, അതുപോലെ തന്നെ വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്വപ്ന സുരേഷിനെ താമസിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടന്നിട്ടുള്ള ദുരൂഹമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും ഒരു പ്രധാന കേന്ദ്ര ബിന്ദുവായിട്ട് എക്സാലോജിക് സൊല്യൂഷൻ മാറുകയാണ്. അതുകൊണ്ട് സമഗ്രമായിട്ടുള്ള അന്വേഷണം വീണ വിജയന്റെ ഇടപാടുകളെ കുറിച്ച്, സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് വേണം. ഏതായാലും ഷോൺ ജോർജ് പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ അതീവ ഗൗരവകരമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമഗ്രമായിട്ടുള്ള വിവരങ്ങൾ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ പ്രഫുൽ കൃഷ്ണ, ഒറ്റ കാര്യം കൂടി, കാരണം ഇത്രയും അഴിമതി ആരോപണങ്ങൾ നേരിട്ടൊരു സർക്കാർ ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. എവിടെ തൊട്ടാലും അഴിമതി ആരോപണമാണ്. അത് എത്രത്തോളം ആഴവും പരപ്പുമുള്ള അഴിമതി ആരോപണങ്ങൾ. പക്ഷേ ഇപ്പോൾ ഈ വിജിലൻസ് അന്വേഷിച്ചാലോ അല്ലെങ്കിൽ പോലീസിനോട് അന്വേഷിക്കാൻ ഇപ്പോൾ ED 2 തവണ ഇതുമായി ബന്ധപ്പെട്ട CMR എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ പോലീസിന് കേസെടുക്കാം എന്ന് ആവശ്യപ്പെട്ട് DGPക്ക് കത്ത് നൽകിയിട്ടും അതിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത് മാത്രമാണ് ഒരുപക്ഷെ പൊതുജനത്തിന് ഏക പ്രതീക്ഷ എന്നുള്ളത് കൂടിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ത്യയിലെ മറ്റു മുഖ്യമന്ത്രിമാരെ പോലെയും ഇന്നുവരെ ചരിത്രത്തിൽ നമ്മൾ ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു മുഖ്യമന്ത്രിയും കുടുംബവും അപ്പാടെ ഇത്തരത്തിലുള്ള ആരോപണ വിധേയരായി നിൽക്കുന്നത് മറ്റൊരു സംസ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. എല്ലാ ഇടപാടുകളിലും പ്രധാന കേന്ദ്ര ബിന്ദുവായി മാറുന്നത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ മകളാണ്, മുഖ്യമന്ത്രിയുടെ ഭാര്യയാണ്, മുഖ്യമന്ത്രിയുടെ മകനാണ്. ആ ഒരു കുടുംബം മുഴുവൻ ഇത്തരത്തിൽ ആരോപണ വിധേയരായിട്ട് നിൽക്കുന്നു. ഇത് വേറൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ കേരളത്തിന്റെ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ അന്വേഷണങ്ങൾ എവിടെയും എത്താൻ പോകുന്നില്ല. കാരണം ആഭ്യന്തര മന്ത്രി കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ട് ഒരു തരത്തിലും കേരള പോലീസിന് ഒരു തരത്തിലുള്ള അന്വേഷണവും സാധ്യമല്ല. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്സഹായരാണ്. ഏത് സംസ്ഥാന ഏജൻസികളായാലും അത് AKG സെന്ററിന്റെ തൃട്ടൂരം അനുസരിച്ചല്ലാതെ ഒരൊറ്റ അന്വേഷണം പോലും നടത്താൻ കേരളത്തിലെ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് സത്യം പുറത്തു വരണമെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. എന്തായാലും അരവിന്ദ് കേജ്രിവാളൊക്കെ എങ്ങനെയാണോ ജയിലിലായിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒക്കെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ശിഷ്ടകാലം അത് ജയിലായിരിക്കുമെന്ന കാര്യത്തിൽ കേരളത്തിലെ ഒരാൾക്കും ഒരു സംശയവുമില്ല. വരും നാളുകൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കുടുംബവും ഒരുമിച്ച് ജയിലിൽ പോകേണ്ട കാഴ്ച അത് കേരളത്തിന് കാണേണ്ടി വരും. കേരളത്തിലെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രമാത്രം കളങ്കിതനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, എന്നിട്ട് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഒരു മാന്യതയുമില്ലാതെ അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും എന്ത് ആരോപണം ഉയർന്നു വന്നാലും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് ഇത്രയും വലിയ തൊലിക്കട്ടിയുള്ള ഒരു മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും നമുക്ക് കാണാൻ സാധിക്കില്ല. കാണ്ടാമുഖത്തിനേക്കാൾ വെല്ലുന്ന തൊലിക്കട്ടിയുള്ള മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിന്റെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇതെല്ലാം തന്നെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നാണ് മുഖ്യമന്ത്രി നാഴികക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മടിയിൽ കനമുള്ളവനെ പേടിക്കണ്ടു എന്ന്. മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമുണ്ട്. മുഖ്യമന്ത്രി ഉപ്പ് തിന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി വെള്ളം കുടിക്കേണ്ടി വരും. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും അവശിഷ്ടകാലം ജയിൽവാസം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.